കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ആഗോളതലത്തിൽ പോലും വേദിയൊരുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്ന കാര്യം പലപ്പോഴായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. ഇതേ തുടർന്ന് മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയുടെ പിന്തുണ നേടുകയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നീക്കം എന്നത്. OICയിലെ പ്രധാന രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ കശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട പാകിസ്ഥാൻ സ്വന്തം വഴി നോക്കുമെന്ന് ഭീഷണി മുഴക്കി. എന്നാൽ അധികം വൈകാതെ സൗദി അറേബ്യ തങ്ങളുടെ ശക്തിയും കാണിച്ചു കൊടുത്തു. ഇതോടെ പാകിസ്ഥാൻ ശരിക്കും പെട്ട അവസ്ഥയാണ് കാണുന്നത്. അധികം വൈകാതെ പാകിസ്ഥാൻ നിശ്ചലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കശ്മീർ വിഷയത്തിൽ ഏറെക്കാലമായി ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന പാകിസ്ഥാന് മുട്ടൻ പണിയാണ് സൗദി നൽകാനിരിക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ പിന്തുണ നേടാനാണ് പാകിസ്ഥാന്റെ നീക്കങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ OIC ഐക്യത്തോടെ ഇന്ത്യക്കെതിരെ നീങ്ങിയിട്ടില്ല എന്നതും വ്യക്തമാവുകയാണ്. OICയിലെ പ്രബല രാജ്യമായ സൗദി അറേബ്യ ഇതുമായി ബന്ധപ്പെട്ടൊന്നും മിണ്ടിയിട്ടുമില്ല. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് സൗദിക്ക് മുൻപേ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ നീക്കത്തിന്റെ സൗദി തയ്യാറല്ല എന്നതും ഇതിലൂടെ വ്യക്തമാണ്. സൗദി മുൻകൈയെടുക്കാതെ OICയിൽ കാര്യമായ നടപടി ഉണ്ടാവുകയുമില്ല. ആയതിനാൽ തന്നെ ഇക്കാര്യം ബോധ്യപ്പെട്ട പാകിസ്ഥാൻ സൗദി അറേബ്യയെ സമ്മർദ്ദത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ OIC യോഗം വിളിക്കാൻ തയ്യാറാകണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തങ്ങൾ മുൻകൈയെടുത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ യോഗം വിളിക്കും എന്ന ഭീഷണിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുഴക്കുന്നത്. ഇത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷിയാണ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ OIC നയം പ്രഖ്യാപിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യമെന്നത് ഒരു വാർത്താ ചാനലുമായി നടത്തിയ അഭിമുഖത്തിലാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൗദിക്കെതിരെ ഭീഷണി മുഴക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. തൊട്ടു പിന്നാലെ സൗദി അറേബ്യ കർശന നിലപാടും സ്വീകരിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മുൻനിർത്തി നോക്കുമ്പോൾ സാമ്പത്തികമായി വളരെ പ്രതിസന്ധി നേരിടുന്ന രാജ്യം കൂടിയാകുന്നു പാകിസ്ഥാൻ. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ഗൾഫിലെ സഖ്യരാജ്യങ്ങളുടെയും സാമ്പത്തിക സഹായമാണ് പാകിസ്ഥാനെ ആകെ തുണയ്ക്കുന്ന വിഷയം. എന്നാൽ സൗദിക്കെതിരെ പ്രസ്താവന നടത്തുമ്പോൾ പാകിസ്ഥാൻ മന്ത്രി ഇക്കാര്യമൊന്നും ഓർത്തില്ല എന്നതും വ്യക്തമാണ്. സൗദി അറേബ്യ പാകിസ്ഥാൻ പ്രത്യേക ഇളവോടെ നൽകി വരുന്ന എണ്ണ ഇപ്പോൾ നൽകുന്നുമില്ല. തൽക്കാലം എണ്ണ നൽകേണ്ടെന്നാണ് സൗദി അറേബ്യയുടെ തീരുമാനം എന്നത്. വായ്പാടിസ്ഥാനത്തിൽ നൽകി വന്നിരുന്ന എണ്ണയാണ് സൗദി അറേബ്യ നിർത്തിവെച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. എണ്ണ നൽകാതിരിക്കുന്നത് തുടർന്നാൽ പാകിസ്ഥാൻ അധികം വൈകാതെ നിശ്ചലമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ OIC പ്രസ്താവനയാണോ സൗദിയുടെ നടപടിക്ക് കാരണമെന്നും ഇതുവരെ വ്യക്തമായിട്ടുമില്ല. സൗദി ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എണ്ണ കയറ്റുമതി തുടരണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ സൗദിക്ക് അപേക്ഷയും അയച്ചു കഴിഞ്ഞു. പക്ഷേ സൗദി അറേബ്യ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. 2018 സൗദി അറേബ്യയും പാകിസ്ഥാൻ തമ്മിൽ പ്രത്യേക സാമ്പത്തിക കരാർ ഒപ്പുവെച്ചുകൊണ്ട് രംഗത്തെത്തിയത്. $620 കോടി കരാർ എന്നതാണ് വ്യക്തമാകുന്നത്. പാകിസ്ഥാനും ഇത്രയും തുക സൗദി അറേബ്യ വായ്പയുമായി നൽകും. പണമായി $300 കോടി നൽകും. ബാക്കി എണ്ണയുമായും. സൗദി അറേബ്യ നൽകുന്ന എണ്ണയ്ക്ക് പാകിസ്ഥാൻ ഉടനെ പണം നൽകണം എന്നതുമില്ല. ഒരു വർഷത്തെ ഇളവ് ഇക്കാര്യത്തിൽ സൗദി നൽകിയിട്ടുമുണ്ട്. ഒരു വർഷത്തിനകം തവണകളായി അടച്ചാൽ മതിയാകുമെന്നാണ് തമ്മിലുള്ള കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കരാർ കാലാവധി കഴിഞ്ഞ മെയ് മാസത്തിൽ തീരുകയുണ്ടായി. ശേഷവും എണ്ണ നൽകിയെങ്കിലും സൗദി പിന്നീട് മുന്നറിയിപ്പില്ലാതെ നിർത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ സൗദിയെ സമീപിക്കുകയുണ്ടായി. എന്നാൽ സൗദി കരാർ പുതുക്കാൻ തയ്യാറായിട്ടുമില്ല. സൗദിക്ക് നൽകിയിരുന്ന പ്രത്യേക സാമ്പത്തിക പദ്ധതി IMFും അടുത്തിടെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. പണമായി നൽകിയ വായ്പയിൽ $100 കോടി മാത്രമാണ് പാകിസ്ഥാൻ തിരിച്ചടച്ചത്. ചൈനയിൽ നിന്ന് വായ്പ എടുക്കാനും പാകിസ്ഥാൻ തീരുമാനിക്കുകയായിരുന്നു. ചൈന തരുന്ന പണം സൗദിക്ക് നൽകി കടം വീട്ടാമെന്നാണ് പാകിസ്ഥാൻ കണക്ക് കൂട്ടിയതെങ്കിലും ഈ ഇടപാടുകൾ വിചാരിച്ച പോലെ നടന്നുമില്ല. നിലവിൽ സൗദിയിൽ നിന്ന് ഇളവുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള എണ്ണ സൗദിയിലേക്ക് വരുന്നുമില്ല. പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സൗദി നേതൃത്വങ്ങളുമായി വിഷയം ചർച്ച ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.